സുഹൃത്തുക്കളെ നമസ്കാരം. ഇന്നത്തെ പ്രത്യേകത നിങ്ങൾക്കറിയാമല്ലോ. ഇന്ന് ജൂൺ 21 അന്താരാഷ്ട്ര യോഗാ ദിനമാണ്. യോഗാ ദിനത്തെക്കുറിച്ച് നിരവധി വീഡിയോകൾ ഈ സമൂഹ മാധ്യമങ്ങളിൽ വന്നിട്ടുണ്ട്. പക്ഷേ എന്നാലും എന്നാൽ കഴിയുന്നത് ഒരു സംഭവം ഇടുക എന്ന് മാത്രമല്ല. ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് യോഗാസനങ്ങളിൽ ഏറ്റവും രാജാവായിട്ടുള്ള ആസനം എന്ന് പറയുന്നത് ശീർഷാസനമാണ്. ആ ആസനം ചെയ്യാന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ 84 ആസനങ്ങളുണ്ട്. ആ ആസനങ്ങളിലെ ഏറ്റവും ഉന്നതമായുള്ള ആസനമായി കരുതപ്പെടുന്നത് ശീർഷാസനമാണ്. യോഗ പഠിച്ച് ഏറ്റവും അവസാനം ഒരുപാട് എന്താ പറയുക ട്രെയിനിങ്ങിലൂടെയൊക്കെ മാത്രമേ ഇത് ചെയ്യാൻ കഴിയുള്ളൂ എന്നുള്ളതാണ് പൊതുവെ പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ 84 ആസനങ്ങളിൽ പ്രധാനപ്പെട്ട ആസനങ്ങൾ യോഗാസനമാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. യോഗാസനത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നമ്മുടെ കേരളത്തിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും ഏറ്റവും കൂടുതൽ പതഞ്ജലിയുടെ യോഗയാണ് എല്ലാവരുടെയും പരിശീലിപ്പിക്കുന്നത്. അല്ലെങ്കിൽ വ്യത്യാസം ഉണ്ടാവും, പക്ഷെ പതഞ്ജലിയാണ് ഇത് കോർഡിനേറ്റ് ചെയ്ത് യോഗയുടെ എങ്ങനെ ഏതെല്ലാം രീതിയിൽ കൊണ്ടുവരണമെന്ന് കൃത്യമായി കോർഡിനേറ്റ് ചെയ്തതാണ് പതഞ്ജലിയാണ്. പതഞ്ജലി മഹർഷി എന്ന് പറയും, മുനി എന്ന് പറയും ഒക്കെ പറയുമെങ്കിലും പതഞ്ജലിയുടെ യോഗാസനമാണ് ഇവിടെ വരുന്നത്. അപ്പോൾ ഈ ശീർഷാസനം കൊണ്ടുള്ള ഗുണം എന്താ വെച്ചാൽ, ശീർഷാസനം എന്ന് പറയുമ്പോൾ തല കുത്തിയിട്ട് നേരെ നിൽക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം തലകീഴായി നിൽക്കുക എന്നുള്ളത്. അപ്പോൾ തലകീഴായി നിൽക്കുന്ന സമയത്ത് തലയിലാണ് നമ്മുടെ മൊത്തം ഭാരത്തെ കേന്ദ്രീകരിക്കുന്നത്. അവിടെ വെച്ച് തുലനം ചെയ്ത് നിൽക്കുന്നതാണ് ശീർഷാസനം. അതിൽ 2-3 ഗുണങ്ങളുണ്ട്. ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തോളിൽ അതുപോലെ തന്നെ കഴുത്തിൻ്റെ പുറത്തതിനൊക്കെ നല്ല ബലം നൽകും. കാരണം ഈ കാലത്ത് ഏറ്റവും കൂടുതലുള്ള ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഈ ഷോൾഡർ ഇറങ്ങിപ്പോകുന്ന അസുഖത്തിനൊക്കെ ഇത് ഏറ്റവും നല്ലതാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കാലിൽ വീക്കങ്ങളുണ്ടെങ്കിൽ കാലിൻ്റെ വീക്കത്തിനും ഇത് ഡെയിലി ചെയ്താൽ കേട്ടോ, ഒരു ദിവസം ചെയ്ത കാര്യമല്ല, ഡെയിലി ഒരു കാലിൽ വീക്കങ്ങളുണ്ടെങ്കിൽ കാലിലെ വീക്കം അതുപോലെ തന്നെ നീർക്കെട്ട് ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇത് കുറയാൻ സാധിക്കും. മറ്റൊന്ന് നമ്മുടെ ദഹനരസത്തെ അത് ഉത്തേജിപ്പിക്കും. പിന്നെ വേറൊരു സംഭവം എന്താ വെച്ചാൽ മൊത്തത്തിൽ ശരീരത്തിന് എല്ലാവിധ ഗുണം ചെയ്യുന്ന ഒറ്റ ആസനമാണത്. അപ്പോൾ ഇനി ഞാൻ വെറുതെ സമയം കളയുന്നില്ല, ഇനി നേരെ ആസനത്തിലേക്ക് പോവുകയാണ്. നിങ്ങൾക്ക് ഇനിയിപ്പോൾ അത് കാണാം.